പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ജയപാലന്റെ ഭീഷണി വകവയ്ക്കാതെ ജയപാലിനെ വെല്ലുവിളിച്ച് നരേൻ കാവേരിയെയും കൂട്ടരെയും ഔട്ട് ഹൗസിൽ താമസിക്കാനായി സമ്മതിക്കുക. താക്കോലും വാങ്ങിച്ച് ഔട്ട് ഹൗസിലേക്ക് പോകുന്നതിനിടയിൽ ഗംഗ എല്ലാവരോടുമായി പറയുന്നുണ്ട്, ഇതെന്താ ഇത്, പണം പൂട്ടിവെച്ചിരിക്കുന്ന സേഫിന്റെ താക്കോൽ എടുത്തു തരുന്നത് പോലെയല്ലേ വീടിന്റെ താക്കോൽ എടുത്തു തരുന്നത്. അത് കേൾക്കെ അതെ അതെ എന്താ താമസമെന്ന് യമുനയും പറയുക. പണക്കാരുടെ ഒരു ജാട അല്ലാതെന്താ എന്ന് ഗംഗയും. അത് കേട്ട് ശാരദയും ഏയ് ആ അമ്മ ഒരു പാവന്നേ എന്ന് പറയേ കാവേരിയും പറയുകയാ. ഇവര് പറയുന്നതിലും കാര്യമുണ്ടമ്മേ. അമ്പലത്തിൽ വെച്ച് കണ്ട ആളല്ല ഇവിടെ വരുമ്പോ. കഴിഞ്ഞ തവണയും ഈ ഗേറ്റിനുള്ളിൽ കയറിയപ്പോ അവരുടെ സ്വഭാവം മാറിയത് കണ്ടില്ലേ എന്നവൾ പറയുന്നത് കേൾക്കെ അതെന്താടി കഴിഞ്ഞ തവണ എന്ന് ഗംഗയും സംശയത്തോടെ ചോദിക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല, ഇപ്പൊ കണ്ടതുപോലൊക്കെ തന്നെ, അവരാരെയോ പേടിക്കുന്ന പോലെ എന്ന് കാവേരി പറയുന്നവൾക്ക്. എങ്കിൽ പുലിയെയോ കടുവയെയോ ഒക്കെ പൂട്ടിയിട്ടിട്ടുണ്ടാവും ഈ വീടിനുള്ളിൽ, അത് കൂട് തകർത്തു വരുമോ എന്നുള്ള പേടിയായിരിക്കും അമ്മേ എന്നവൾ പറയുന്നവൾക്ക് എല്ലാവരും ചിരിക്കുക. ചിരിയോടെ ശാരദയും പറയുന്നുണ്ട്, എന്തിനാടി ഈ പുലിയും കടുവയും ഒക്കെ, നിന്നെ പോലുള്ള മക്കളെ പിടിച്ചാവും ഓരോ വീട്ടിലെ കാരണവന്മാരും ജീവിക്കുന്നത്. അത് കേട്ട് വിനീതും അല്ലെങ്കിലും സിറ്റിയിൽ ഇങ്ങനെയൊക്കെ തന്നെയാ, ആർക്കും ആരോടും വിശ്വാസമില്ല എന്ന് പറയുന്നവൾക്ക് ഗംഗയും വിനീതേട്ടാ വന്നിറങ്ങിയതല്ലേ ഉള്ളൂ, ഒന്നിരുന്നോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പുഷ്പവാടിക്ക് തിരിച്ചു പോവാം എന്ന് പറയേ വിനീതും ചമ്മലോടെ നിൽപ്പ. അപ്പോഴേക്കും നിളയും സീറ്റൗട്ടിലേക്ക് കയറി ആ വീടാകെയൊന്ന് ശ്രദ്ധിച്ച് അതെ ഞാനൊരു വൈൽഡ് ഗസ് പറയട്ടെ എന്ന് ചോദിക്കേ ശാരദയും കൂട്ടരും സീറ്റൗട്ടിലേക്ക് ചെന്ന് എന്തു പറയട്ടെന്നാ ചോദിച്ചെന്ന് ശാരദ അവളോടായി ചോദിക്കുക. ഗംഗേച്ചി പറഞ്ഞതുപോലെ ഈ വീടിൻ്റെ അകത്ത് ഒരു ഗോസ്റ്റ് ഉണ്ടെങ്കിലോ എന്നവൾ ചോദിക്കുന്നവൾക്ക്, എടി ഈ വീട്ടിലെ ഗോസ്റ്റ് അല്ലേ നമ്മള് എന്ന് അമ്മയും. ഓ ഈ ഗോസ്റ്റ് എന്ന് പറഞ്ഞ അമ്മ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് യമുനയും ചോദിക്കുക. അത്രയ്ക്കുള്ള ഇംഗ്ലീഷൊക്കെ എനിക്കറിയാം, ഗോസ്റ്റ് എന്ന് പറഞ്ഞ വന്നു കയറുന്ന ആൾക്കാര്, അതിഥി എന്ന് ശാരദ പറയുന്നവൾക്ക് രാധമ്മയും എടി മര കഴുതേ അത് ഗസ്റ്റ്, ഇത് ഗോസ്റ്റ്, ഗോസ്റ്റ് എന്ന് വെച്ചാ പ്രേതം എന്ന് പറയേ ശാരദയും ഓ ഒരക്ഷരത്തെറ്റ് പറ്റി, ഈ വീട്ടിൽ പ്രേതമുണ്ടെന്നല്ലേ, അത് സാധാരണ എന്ന് പറഞ്ഞ് പെട്ടെന്ന് നിർത്തി പേടിയോടെ പ്രേതോ ഈ വീട്ടിലാ എന്ന് ചോദിക്കുക. അത് കണ്ട് കാവേരിയും എന്റെ അമ്മേ നീള വെറുതെ തമാശ പറഞ്ഞതാ, ഇവിടെ ഭൂതവും പ്രേതവും ഒന്നുമില്ല, തുറക്ക്, ധൈര്യമായിട്ട് പോയി വാതില് തുറക്കാമേ എന്ന് ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ശാരദയും പരിഭ്രമത്തോടെ എടി ഞാൻ തന്നെ തുറക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയല്ലാതെ പിന്നെ ആരാ, പോയി തുറക്കമേ എന്ന് കാവേരിയും. അമ്മ നന്നായി പേടിച്ചെന്ന് തോന്നുന്നു എന്ന് ഗംഗ ചോദിക്കേ. പിന്നെ ഞാനാ പേടിക്കുന്നത്, എനിക്ക് പേടിയൊന്നുമില്ല എന്ന് ശാരദയും. എന്നാ പിന്നെ പോയി തുറക്കുന്ന എല്ലാവരും കൂടി നിർബന്ധിക്കേ. ശാരദ താക്കോലുമായി പരിഭ്രമത്തോടെ ഡോറിനരികിലേക്ക് ചെന്ന് വീണ്ടും പുറകിലേക്ക് തിരിഞ്ഞു നോക്കി എല്ലാവരോടുമായി തുറക്കല്ലേ എന്ന് പേടിയോടെ ചോദിക്കുക. അമ്മയുടെ പേടി കണ്ട എല്ലാവരും ചിരിയോടെ തുറക്കമ്മേ എന്ന് പറയേ ശാരദ പരിഭ്രമത്തോടെ വിറയ്ക്കുന്ന കൈകളോടെ താക്കോൽ ഉപയോഗിച്ച് ആ ഡോർ തുറക്കുക. അപ്പോൾ കാണുന്നത് അവിടെ ഒരു സോഫയിൽ കയ്യിൽ വെട്ടുകത്തിയും പിടിച്ച് ദേഷ്യത്തോടെ അവരെ നോക്കിയിരിക്കുന്ന ജയപാലിനെയാണ്. ഒരു ഞെട്ടലോടെ ശാരദ അയ്യോ അമ്മയെന്ന് വിളിച്ച് പേടിച്ചോടി. കാവേരിയുടെയും കൂട്ടരെയും അടുത്തേക്ക് എത്തുമ്പോഴേക്കും എന്താ അമ്മയെന്ന് കാവേരി ചോദിക്കുക. ജയപാലൻ എന്ന് പേടിയോടെ ശാരദ പറയുന്നവൾക്ക് ജയപാലനോ എവിടെ എന്ന് പറഞ്ഞ് കാവേരിയും കൂട്ടരും ചെന്ന് നോക്കുമ്പോഴേക്കും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എവിടെ അമ്മേ എന്ന് യമുന ദേഷ്യത്തോടെ ചോദിക്കേ. ശാരദ പരിഭ്രമത്തോടെ അങ്ങോട്ട് വന്ന് ആ സെറ്റിയിലേക്ക് വിരൽ ചൂണ്ടി അവിടെയാ കണ്ടതെന്ന് പറയുന്നുണ്ട്. അത് കണ്ട് കാവേരിയും പുഞ്ചിരിയോടെ ആ സെറ്റിയിൽ ഒന്നുമില്ലമ്മേ എന്ന് പറയുന്നതുകൾക്ക് ശാരദ വീണ്ടും തന്റെ കണ്ണു തിരുമ്മി ആ സെറ്റിയിലേക്ക് വീണ്ടും നോക്കുകയാ. അവിടെ ആരുമില്ലെന്ന് കണ്ട് ഇല്ലേ എവിടെ പോയി എന്ന് പറഞ്ഞ് ആ റൂമിലാകെ പരതി നോക്കുന്നുണ്ട്. ഒരു ചമ്മലോടെ അപ്പൊ ഇല്ല അല്ലേ എന്ന് ശാരദ കാവേരിയോടായി ചോദിക്കുമ്പോഴേക്കും അമ്മേ വന്നിട്ട് വേണ്ടേ പോവാൻ, ഇവിടെ ജയപാലനുമില്ല സുഗുണപാലനുമില്ല എന്ന് കാവേരി പറയുന്നവൾക്ക് സന്തോഷത്തോടെ അപ്പൊ ഇല്ല അല്ലേ എന്ന് ശാരദയും ചോദിക്കുക. ഇല്ലാന്ന് അമ്മ ധൈര്യമായിട്ട് കയറിയേ ചെല്ലെന്ന് കാവേരി പറയേ ശാരദ പരിഭ്രമത്തോടെ അകത്തേക്ക് കയറുകയാ. അകത്തേക്ക് കയറി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ആശ്വാസത്തോടെ ഒരു നെടുവീർപ്പിട്ട് കയറി പോകുമ്പോഴേക്കും കാവേരിയും കൂട്ടരുമെല്ലാം ബാഗുമെടുത്ത് സന്തോഷത്തോടെ അകത്തേക്ക് കയറുകയാ. രാധമ്മയും സെറ്റിയിലേക്ക് നടുനിവർത്തിയിരുന്ന് നടുവയ്യ, വണ്ടിയിൽ യാത്ര ചെയ്തേ നടു ഒരു വകയായി എന്ന് പറഞ്ഞ് ക്ഷീണത്തോടെ ഇരിക്കുക. ഓ ഞാനും ഒന്നിരിക്കട്ടെ എന്ന് പറഞ്ഞ് ശാരദ ഇരിക്കുമ്പോഴേക്കും അമ്മയെ സൂക്ഷിക്കണേ ജയപാലിനിരുന്ന് സെറ്റിയാ എന്ന് ചിരിയോടെ യമുനയും കൂട്ടരും കളിയാക്കുക. പ്രേതമുണ്ടെങ്കിൽ അമ്മ ഒരു പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷേ ജയപാലനുണ്ടെങ്കിൽ പറ്റില്ല അല്ലേ അമ്മേ എന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട്. പ്രേതമാണെങ്കിൽ കൊല്ലത്തേയുള്ളൂ, കൊല്ലാക്കൊല ചെയ്യില്ലല്ലോ എന്ന് ശാരദ ചോദിക്കുന്നവൾക്ക് ഫർണിച്ചറൊക്കെ ഉണ്ടല്ലോ അമ്മായി, 10,000 രൂപയ്ക്ക് നഷ്ടമൊന്നുമില്ലെന്ന് വിനീതും പറയുകയാ. ശാരദയും സന്തോഷത്തോടെ പറയുന്നുണ്ട് ഇതാ വീട്ടുകാരുടെ തറവാടാ, അവര് വേറെ വീട് വെച്ച് മാറിയപ്പോഴേ അതിന് പറ്റിയതായിരിക്കും അവര് വാങ്ങിച്ചിട്ടുണ്ടാവുമെന്ന്. അപ്പോഴേക്കും യമുനേച്ചിയെയും കൂട്ടി നീള ഒരു വശത്തേക്കും കാവേരി മറ്റൊരു വശത്തൂടെയും വീടെല്ലാം കാണാൻ നടക്കുകയാ. അങ്ങനെ കാവേരി റൂമെല്ലാം നോക്കി നടക്കുമ്പോഴാണ് ചുവന്ന പട്ടുചുറ്റി ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു റൂം കാണുന്നത്. സംശയത്തോടെ അവൾ അങ്ങോട്ട് ചെന്ന്
ചുവന്ന പട്ടിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആ പൂട്ടിൽ പിടിക്കുമ്പോഴേക്കും അടുക്കളയിൽ നിലത്തെന്തോ പാത്രം മറിഞ്ഞു വീഴുകയാ. ഒരു ഞെട്ടലോടെ കാവേരിയും അങ്ങോട്ട് ഓടുന്നുണ്ട്. അടുക്കളയിൽ പാത്രം നിലത്ത് വീഴുമ്പോഴേക്കും പരിഭ്രമത്തോടെ ചെവിയും പൊത്തിപ്പിടിച്ച് നിൽപ്പാൻ നിളയും. യമുന അങ്ങോട്ട് ചെന്ന് നിളയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാ. ബഹളം കേട്ട് ശാരദയും അച്ചമ്മയും ഗംഗയും അങ്ങോട്ട് ഓടിയെത്തി എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. പാത്രങ്ങൾ താഴെ വീണതാന്ന് യമുനയും. എന്തിനാടി ആവശ്യമില്ലാത്തത് എടുക്കാൻ പോകുന്നതെന്ന് അച്ചമ്മയും ചോദിക്കുന്നുണ്ട്. ഞങ്ങളൊന്നും ചെയ്തതല്ല, ഞങ്ങൾ ജനലിൽ തുറന്നിട്ടതേയുള്ളൂ എന്ന് യമുനയും പറയുന്നുണ്ട്. അപ്പോഴേക്കും കാവേരിയും അങ്ങോട്ട് ഓടിയെത്തിയിരുന്നു. പാത്രങ്ങളൊക്കെ ആരോ വലിച്ചിട്ട പോലെയാ നിലത്ത് വീണത് എന്ന് യമുന പറയുന്നത് കേൾക്കെ ഇവിടെ ഇപ്പാരാ വലിച്ചെറിയാൻ എന്ന് സംശയത്തോടെ വിനീതും ചോദിക്കുകയാ. കാവേരി അങ്ങോട്ട് വന്ന് നിലത്ത് വീണ് കിടക്കുന്ന ആ പാത്രം എടുത്തു വെച്ച് കാറ്റടിച്ചതായിരിക്കുമെടി എന്ന് പറയേ തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന നിളയെ ശ്രദ്ധിച്ച് മോള് വല്ലാതെ പേടിച്ചു എന്ന് യമുന പറയുന്നു. അച്ചോടാ മോളിങ് വന്നേ എന്ന് പറഞ്ഞ് നിളയെ വിളിച്ച് ചേർത്ത് പിടിച്ച് മോള് പേടിക്കണ്ട കേട്ടോ എന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് ഗംഗയും. യമുനയും പറയുന്നുണ്ട് നമ്മുടെ സ്നേഹതീരത്തിന്റെ അത്രയും സൗകര്യങ്ങളൊന്നും ഇല്ല അമ്മേ, മുറികളൊക്കെ ചെറുതാ, വെളിച്ചവും കുറവെന്ന്. അത് കേട്ട് കാവേരിയും നിളമോളുടെ ട്രീറ്റ്മെന്റിനല്ലടി നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്, ഈ കാശിനൊന്നും ഇത്രയും നല്ലൊരു വീട് ഇവിടെ കിട്ടില്ല എന്ന് പറയേ യമുനയും ചോദിക്കുന്നുണ്ട്. എന്തിനാ ചേച്ചി പിശുക്കാൻ പോയേ? 50 ലക്ഷം രൂപയുടെ ചെക്കല്ലേ കയ്യിലിരിക്കുന്നതെന്ന്. അത് കേട്ട് ശാരദയും ആഹാ, അതങ്ങനെ ദീപാവലി കളിക്കാനുള്ളതല്ല, നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാ. ദേ ഇവൾക്കുള്ള 10 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ അനാവശ്യമായി അതിന്നൊരു രൂപ എടുക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല എന്നമ്മ താക്കീതോടെ പറയുന്നവൾക്ക് പരിഭവത്തോടെ യമനയും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചതാന്ന് പറയുകയും ചെയ്യും എന്ന് പിറവിറുക്കുന്നതുകൾക്ക് നീ ഒന്നും മിണ്ടാതിരിക്കടി എന്ന് കാവേരിയും വഴക്ക് പറയുന്നു. അപ്പോഴാണ് ഗംഗ വിനീതേട്ടാ ആ ചെക്ക് കൊടുത്തില്ലല്ലോ ബാങ്കിലെന്ന് ചോദിക്കുന്നത്. ഇല്ല, ഇവിടെ കയറി താമസമായിട്ട് ഒരു സമാധാനമായിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടാ എന്ന് വിനീത്. പോകുമ്പോ കാവേരി കൂടി കൂട്ടണേ എന്ന് ഗംഗ ഓർമ്മിപ്പിക്കേ. ഗംഗേച്ചി പോയാ പോരെ എന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. എനിക്ക് ബാങ്കിലെ കാര്യങ്ങളൊന്നും അറിയില്ലടി, നിങ്ങൾ വരുമ്പോഴേക്കും ഞാൻ ഈ വീടൊക്കെ ഒന്ന് സെറ്റാക്കാം എന്ന് ഗംഗ പറയുന്നവൾക്ക് ശരിയെന്ന് കാവേരിയും സമ്മതിക്കുക. അത് കേട്ട് യമുനയും അയ്യോ അപ്പൊ ഇവിടെ തന്നെ താമസിക്കാൻ പോവാണോ എന്ന് ചോദിക്കേ. വേറെ എവിടെ പോവാനാ പെണ്ണെ, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ എങ്ങാനും നിന്നോ എന്ന് അമ്മയും പറയുന്നു. അപ്പോഴാണ് കാവേരി അല്ലമ്മേ അവിടെ എന്തോ ഒരു മുറി പൂട്ടിയിട്ടിരിക്കുന്നെന്ന് ചോദിക്കുന്നത്. പൂട്ടിയിട്ടിരിക്കുന്ന എന്ന് സംശയത്തോടെ ശാരദ ചോദിക്കേ. ആ ഈ ബാങ്കുകാരൊക്കെ സീല് ചെയ്യുന്ന പോലെ ഒരു ചുവന്ന തുണിയൊക്കെ ചുറ്റിയിട്ട് ആകെപ്പാടെ കുറച്ച് മുറിയേ ഉള്ളൂ, അതിലൊരെണ്ണം പൂട്ടിയിട്ടിരിക്കുന്നു എന്ന് കാവേരി പറയുമ്പോഴേക്കും ശാരദയെന്നുള്ള അംബികമ്മയുടെ വിളിയെത്തുകയാ. രഘുനാഥും അംബികയും അപ്പോഴേക്കും മുറ്റത്തെത്തിയിരുന്നു. ശാരദേ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാവോ എന്ന് അംബിക ചോദിക്കുകയാ. അംബികമ്മയുടെ വിളികെട്ട് ശാരദയും അടുക്കളയിൽ നിന്ന് പോവുകയാ. വീട്ടിലേക്ക് കയറാൻ തുടങ്ങിയ അംബികയെ നിൽക്ക് അംബികയെ അവരിങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് രഘുനാഥ് തടയുകയാ. ശാരദ അങ്ങോട്ട് വരുമ്പോഴേക്കും സിറ്റൗട്ടിൽ നിൽക്കുന്ന രഘുനാഥിനെയും അംബികയെയും കണ്ട് സന്തോഷത്തോടെ ഇറങ്ങിച്ചെന്ന് ഇതെന്ത് ചോദ്യം അംബികാമേ, ഇത് നിങ്ങളുടെ വീടല്ലേ എന്ന് ചോദിക്കുക. അതൊക്കെ ശരി തന്നെ, പക്ഷേ വീട് നിങ്ങൾക്ക് വാടകയ്ക്ക് തന്നതാ, അത് പിന്നെ നിങ്ങളുടെ വീടാ എന്ന് രഘുനാഥ് പറയുന്നവൾക്ക് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഇരിക്കെന്ന് പറഞ്ഞ് ശാരദ അവരെ സ്വീകരിക്കുകയാണ്. അവർ രണ്ടുപേരും സിറ്റൗട്ടിലെ ചെയറിലേക്ക് ഇരിക്കുമ്പോഴേക്കും കാവേരിയും കൂട്ടരും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവർക്കും വീടൊക്കെ ഇഷ്ടായോ എന്ന് അംബികാമ്മ ചോദിക്കുന്നവൾക്ക് എന്ന് പറഞ്ഞ് അവിടെ എന്താ ഒരു റൂം പൂട്ടിയിട്ടിരിക്കുന്നേ, ചുവന്ന തുണിയൊക്കെ ചുറ്റി എന്ന് കാവേരി സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് രഘുനാഥും ഒരു പരുങ്ങലോടെ അല്ല അക്കാര്യം പറയാൻ കൂടി വേണ്ടിയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, ആ റൂം മാത്രം തുറക്കണ്ട എന്ന് രഘുനാഥ് പറയുന്നവർക്ക് പരിഭ്രമത്തോടെ പരസ്പരം നോക്കുകയാ ശാരദയും കൂട്ടരും. അത് നരേൻ പൂട്ടിയിരിക്കുന്നതാ, അവന് വേണ്ടപ്പെട്ട ചില സാധനങ്ങള് ആ റൂമിലുണ്ട് എന്നംബികമ്മ പറയുന്നവൾക്ക് ചേച്ചി ആരായി നരേൻ എന്ന് ശബ്ദം താഴ്ത്തി യമുന കാവേരിയോടായി ചോദിക്കുക. അവരുടെ കൊച്ചുമോൻ എന്ന് കാവേരിയും പറയുന്നുണ്ട്. രഘുനാഥ് വീണ്ടും പറയുകയാ അത് മാത്രമല്ല വേറെ ചില സംഗതികൾ കൂടിയുണ്ട്, ചില ദുർനിമിത്തങ്ങളൊക്കെ കണ്ടപ്പോ പണിക്കര് വന്ന് നോക്കി, വാസ്തു സംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ടത്രേ. അഗ്നിക്കുള്ളിലൂടെ വായു സഞ്ചാരം, വീട് മൊത്തവും അഗ്നിക്കിരയാവാതിരിക്കാൻ ആ മുറി പൂട്ടിയിടാനാ പണിക്കര് പരിഹാരം നിർദ്ദേശിച്ചത് എന്ന് രഘുനാഥ് പറയുന്നവൾക്ക് എല്ലാവരും പരിഭ്രമത്തോടെ നിൽക്കുകയാ. അംബികമ്മയും പറയുന്നുണ്ട് പേടിക്കണ്ട, ആ മുറി അങ്ങ് മറന്നാ മതി, ഞങ്ങൾ എത്ര വർഷം താമസിച്ച വീടാന്ന്. കാവേരിയുടെ മനസ്സിലപ്പോൾ ചില സംശയങ്ങൾ മിന്നി മറയുകയാ. താൻ ആ ചുവന്ന പട്ടിൽ പിടിച്ചതും അടുക്കളയിൽ പാത്രങ്ങൾ താഴേക്ക് വിടുന്നതും ആദ്യമായി വീട് കാണാൻ എത്തിയ സമയത്ത് ടെറസിൽ നിൽക്കായിരുന്ന തന്റെ പിറകിൽ ആരോ നടന്നു വരുന്നത് പോലെ തോന്നിയതുമെല്ലാം അവൾ മനസ്സിലോർക്കുകയാ. അപ്പോഴേക്കും ഗംഗയും വിനീതേട്ടാ വാ വിളക്ക് കൊളുത്താമെന്ന് പറഞ്ഞ് വിളിക്കേ. വിനീതും ഗംഗയും കൂടി അകത്തേക്ക് പോവുകയാ. നിളയെ ശ്രദ്ധിച്ചുകൊണ്ട് അംബികാമ്മയും ഇതാണല്ലേ നിള, മോൾ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞു വിളിക്കേ. നിള രഘുനാഥിന്റെയും അംബികാമ്മയുടെയും നടുവിലേക്ക് ചെന്നിരിക്കുക. അവളെ കൊഞ്ചിച്ച് മിടുക്കിയാണല്ലോ എന്ന് പറഞ്ഞ് രഘുനാഥിനോടായി രഘുവേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഈ മോൾക്ക എന്ന് പറയേ. രഘുനാഥും ഏയ് പേടിക്കാനൊന്നുമില്ല, പഴയതുപോലെ പ്രശ്നമൊന്നുമില്ല, ലോകത്തെവിടെയുമുള്ള ട്രീറ്റ്മെന്റ് ഇവിടെ കിട്ടും, കയ്യിൽ പണം വേണമെന്ന് മാത്രം. അത് കേട്ട് ശാരദയും അതിനുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ ഇവരുടെ അച്ഛൻ എന്ന് പറഞ്ഞു നിർത്തേ.
അംബിക പറഞ്ഞു, വിധിയെ തടുക്കാൻ പറ്റില്ലല്ലോ എന്ന് രഘുനാഥും അവരെ ആശ്വസിപ്പിക്കുകയാ. അംബികാമ്മ എഴുന്നേറ്റ് ചെന്ന് ശാരദയുടെ കൈ ചേർത്ത് പിടിച്ച്, ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാ, ഓർക്കുമ്പോ തന്നെ ഇതൊക്കെ അനുഭവിക്കാൻ നമ്മളെ എന്തിനാ ബാക്കി വെച്ചെന്ന് തോന്നും. നരേന്റെ അച്ഛന്റെയും അമ്മയുടെയും കാര്യം അങ്ങനെ തന്നെയാ. എല്ലാവരെയും സങ്കടത്തിലാക്കി ഒരുമിച്ചങ്ങ് പോയി എന്ന് കരുതി നമുക്ക് മരിക്കാൻ പറ്റോ? പിന്നെ ജീവിക്കണം, അതാ ശിക്ഷ എന്ന് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അംബികമ്മയും പറയുക. അത് ശ്രദ്ധിച്ച് രഘുനാഥും, നല്ലൊരു ദിവസമായിട്ട് ഓരോന്ന് പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കണ്ട, വിളക്ക് കത്തിച്ച് പാല് കാച്ചാൻ നോക്കെന്ന് നിളയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അത് കേട്ട് ശാരദയും അകത്തേക്ക് ഗംഗയെന്ന് നീട്ടി വിളിക്കേ. ആ റെഡിയാമ്മേ എന്ന് നിലവിളക്ക് റെഡിയാക്കിക്കൊണ്ട് ഗംഗയും വിളിച്ച് പറയുകയാ. ആ തീപ്പെട്ടി ഇങ്ങുതാ എന്ന് ഗംഗ വിനീതിനോടായി പറയുമ്പോഴേക്കും തീപ്പെട്ടി തിരഞ്ഞ്, തീപ്പെട്ടി ഇവിടെ ഇല്ലേ? തീപ്പെട്ടി ഇവിടെ വെച്ചിരുന്നത് എന്ന് സംശയത്തോടെ വിനീതും ചോദിക്കുന്നു. ഇതിന്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഗംഗ പറയുമ്പോഴേക്കും കാവേരിയും കൂട്ടരും അങ്ങോട്ട് എത്തുകയാണ്. അങ്ങോട്ട് വന്ന് യമുനയോടായി, യമുനെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ തീപ്പെട്ടി എടുത്ത് വെക്കാനെന്ന് ഗംഗ ചോദിക്കുന്നുണ്ട്. ഞാൻ എടുത്ത് വെച്ചതാണല്ലോ എന്ന് യമുന പറയേ. ഇതിന്റെ കൂടെ ഇല്ലല്ലോ, പിന്നെ എവിടെ പോയി എന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ തന്നെയാ വെച്ചതെന്ന് യമുന പറയേ. ശേ, ഒരു തീപ്പെട്ടിക്ക് വേണ്ടി കൊണ്ടുവന്ന പെട്ടികൾ മുഴുവൻ തപ്പാൻ പറ്റുമോടി? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഓരോന്നും കൃത്യമായിട്ട് ഓരോ സ്ഥലത്ത് വെക്കാൻ എന്ന് ഗംഗ കുറ്റപ്പെടുത്തേ. അയ്യോ ഞാൻ വെച്ചതാ ചേച്ചി എന്ന് യമുനയും. സാരമില്ല, ഞാൻ പുറത്തു പോയി വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് വിനീത് പോവാൻ തുടങ്ങുമ്പോഴാണ് അകത്തേക്ക് കയറി വന്ന അംബികാമ്മയും, ഒരു തീപ്പെട്ടിക്ക് വേണ്ടി എന്തിനാ പുറത്തേക്ക് പോകുന്നത്? ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ രഘുവേട്ട, ചെന്നൊരെണ്ണം എടുത്തു കൊടുക്കെന്ന് പറയേ രഘുനാഥ് അവിടുന്ന് പോവുകയാണ്. ഗംഗ വിനീതിനെയും അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അംബികമ്മയും പറയുന്നുണ്ട്, വീടുമാറ്റം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പതിവാ. എത്ര സൂക്ഷിച്ചാലും ചില സാധനങ്ങള് നമ്മുടെ കണ്ണുവെട്ടി ചൊളിച്ചു കളിക്കും. തീപ്പെട്ടി എടുക്കാൻ പോയ രഘുനാഥും വിനീതും മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുന്നത്. ഔട്ട് ഹൗസിന്റെ ഗേറ്റിൽ ചാരി നിന്ന് തീപ്പെട്ടി ഒരിച്ച് സിഗരറ്റിന് തീ കൊളുത്തുന്ന ജയപാലൻ. വിനീത് ഞെട്ടലോടെ നോക്കി നിൽക്കുമ്പോഴേക്കും ജയപാലൻ ആ ഗേറ്റ് തുറന്ന്, കുറച്ച് തീയെടുക്കട്ടെടാ എന്ന് ചോദിക്കുന്നുണ്ട്. ജയപാലനെ കണ്ട് രഘുനാഥും ആരാ ഇതെന്ന് വിനീതിനോട് ചോദിക്കുക. ജയപാലൻ ഒരു പൊട്ടിച്ചിരിയോടെ നിൽക്കുമ്പോഴേക്കും അമ്മായി ഗംഗേ എന്ന് വിനീത് പേടിയോടെ വിളിക്കുന്നുണ്ട്. ജയപാലനും ചിരി നിർത്തി, എടാ അങ്ങ് രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതിയോ? എടാ നീ എങ്ങോട്ട് ഓടിയാലും ശരി, ഈ ജയപാലിന്റെ റഡാർ ഉണ്ടറാ നിന്റെയൊക്കെ തലയ്ക്ക് മുകളിൽ. ജയപാലിന്റെ റഡാർ എന്ന് ഭീഷണിയോടെ ജയപാലൻ പറയുമ്പോഴേക്കും കാവേരിയും കൂട്ടരും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവരെ കണ്ട് കയ്യിലുള്ള സിഗരറ്റ് എല്ലാം വലിച്ചെറിഞ്ഞ് അയ്യോ നമസ്കാരം എന്ന് പറഞ്ഞ് ജയപാലൻ കൈ കൂപ്പുകയാണ്. ജയപാലനാന്നേ എന്ന് ജയപാലൻ താഴ്മയോടെ പറയുന്നതുകൾക്ക് എല്ലാവരും പരിഭ്രമത്തോടെ അങ്ങോട്ട് നോക്കി നിൽപ്പാം. രഘുനാഥൻ ചോദിക്കുന്നുണ്ട്, എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ആരാ ഇയാളെന്ന്? അതൊന്ന് പറഞ്ഞുകൊട് എന്ന് ജയപാലനും. ജയപാലൻ എന്ന് വിനീത് പറയേ, ഞങ്ങളുടെ അച്ഛനെ കൊന്നതും അച്ഛൻ സമ്പാദിച്ച സ്വത്ത് മുഴുവൻ തട്ടിയെടുത്തതും സ്നേഹിച്ച് വഞ്ചിച്ചതുമൊക്കെ ഇയാളാ എന്ന് ജയപാലന് നേരെ വിരൽ ചൂണ്ടി കാവേരി പറയുന്നുണ്ട്. ജയപാലൻ ഒരു ചിരിയോടെ നിൽക്കെ, ഞങ്ങളെ ഈ അവസ്ഥയിൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതും ഇയാളാ എന്ന് കാവേരി പറയുന്നതുകൾക്ക് ജയപാലനും ചിരിയോടെ, ഈ പറഞ്ഞതൊക്കെ ഞാൻ അങ്ങ് സമ്മതിച്ചു തന്ന കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഞാനാണ് ഈ കഥയിലെ വില്ലൻ ജയപാലൻ. ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമൊന്നുമല്ല, അതൊക്കും മേലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എനിക്കറിഞ്ഞൂടാ. പാവം കുട്ടികളാന്നേ. ചീത്തപ്പേര് വരാണ്ടിരിക്കാൻ നോക്കേണ്ടത് ഞാൻ തന്നെ ആയിപ്പോയില്ലേ. അതുകൊണ്ടാ ഇത്രയും ദൂരം മെനക്കെട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതേ, ഇതുങ്ങളെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ എന്ന് ഭീഷണിയോടെ ജയപാലൻ പറയുമ്പോഴേക്കും ശാരദ അങ്ങോട്ട് ചെന്ന്, ജീവിക്കാൻ സമ്മതിക്കില്ലേ ജയപാലൻ? നീ പോലീസിനെ വിളിക്കും ഞങ്ങളെന്ന് പറയുന്നുണ്ട്. ആ വിളിക്ക്, പോലീസിനെ വിളിക്ക്, പട്ടാളത്തിന് വിളിക്ക്, മീഡിയയോ എയർഫോഴ്സിനെയോ ഒക്കെ വിളിക്ക്. ജയപാലൻ ഒറ്റയ്ക്ക് മതി, ഇവിടുന്നേ ഒരു ഇഞ്ച് അനങ്ങത്തില്ല എന്ന് ഭീഷണിയോടെ പറഞ്ഞ് വിനീതിനോടായി, എടാ ചെക്ക, സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം എടുത്തോ, ഈ പെണ്ണുങ്ങളെയും പെറുക്കി കൂട്ടി ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോ, ഇല്ലെങ്കിലേ നിന്റെ നട്ടലൊടിച്ച് വിടും ഞാൻ എന്ന് ഭീഷണിയോടെ പറയുന്നവൾക്കെ പോടാ എന്ന് പറഞ്ഞ് വിനീത് ജയപാലനെ തട്ടുക. ജയപാലൻ അവന്റെ കഴുത്തിനിട്ട് പിടിച്ച് അവനെ അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും കാവേരി ഓടിച്ചെന്ന് ജയപാലനെ പിടിച്ച് തള്ളുകയാ. വീഴാൻ പോയ ജയപാലനും ഗേറ്റിൽ പിടിച്ച് നിൽപ്പാ. അയാൾ ദേഷ്യത്തോടെ തിരിഞ്ഞു നിന്ന് ഡി എന്ന് വിളിക്കുമ്പോഴേക്കും കാവേരിക്ക് കൂട്ടായി യമുനയും ഗംഗയും അവളുടെ അരികിലേക്ക് എത്തുന്നുണ്ട്. എടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ജയപാലൻ അവരുടെ നേരെ ചെല്ലുമ്പോഴേക്കും ഗംഗയും കാവേരിയും യമുനയും എല്ലാം ജയപാലനെ പിടിച്ചു നിർത്തുകയാ. എല്ലാവരും കൂടി പിടിച്ചുകൊണ്ടുവന്ന് അയാളെ വീടിന്റെ ഗേറ്റിന് പുറത്തേക്ക് തള്ളുകയാ. ആ തള്ളലിൽ വീഴാൻ പോകുന്ന ജയപാലൻ നരന്റെ വണ്ടിയിൽ പിടിച്ചു നിൽപ്പാ. വീണ്ടും ദേഷ്യത്തോടെ തിരിഞ്ഞു വന്ന് ജയപാലൻ കാവേരിയുടെ നേരെ വിളിച്ചുകൊണ്ടി പറയുന്നുണ്ട്, വലിച്ചു കീറും നിന്നെ ഞാനെന്ന്. അത് കണ്ട് രഘുനാഥം, ഇറങ്ങടാ എന്റെ മുറ്റത്തുനിന്ന് എന്ന് പറഞ്ഞ് ജയപാലന്റെ അരികിലേക്ക് ചെന്ന്, എന്റെ വളപ്പിനകത്തു നിന്ന് പെണ്ണുങ്ങളുടെ നേരെ കൈവെക്കുന്നോടാ എന്ന് ചോദിക്കുമ്പോഴേക്കും പുറത്തെ ബഹളം കേട്ട് സിറ്റൗട്ടിലേക്ക് എത്തുന്ന ശിവരാജനും, എന്താ ഇവിടെ ഒരു ബഹളം എന്ന് വിളിച്ച് ചോദിക്കുക. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്ന ജയപാലൻ കാണുന്നത് ശിവരാജനെയാണ്. ശിവരാജനും ജയപാലനെ കണ്ട്, ജയപാലൻ എന്ന് പറഞ്ഞ് അവരുടെ അരികിലേക്ക് ചെന്ന്, എന്താ അച്ഛ പ്രശ്നം എന്ന് അച്ഛനോടായി ചോദിക്കുന്നു. എടാ ഏതോ ഒരുത്തൻ മുറ്റത്ത് കയറി വന്ന് കുരയ്ക്കുന്നു, ഞാൻ വാടകയ്ക്ക് കൊടുത്ത വീട്ടിൽ നിന്ന് ആളെ ഇറക്കി വിടണമെന്ന് എന്ന് രഘുനാഥും പറയുകയാ. ആഹാ അത്രയ്ക്കായോ, ഞാൻ സംസാരിക്കാം അച്ഛാ എന്ന് പറഞ്ഞ് ശിവരാജൻ ജയപാലിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ജയപാലിനെ കുറിച്ച് മാറ്റി നിർത്തി ശിവരാജൻ ജയപാലിനോടായി,
എടോ തന്നോടാരാ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത്? എനിക്കിത്തിരി സാവകാശം തന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ജയപാലനും താൻ അധികം വർത്തമാനമൊന്നും പറയണ്ട, ജയപാലിന്റെ ചങ്കിനിട്ട് കത്തിവെച്ചവളാ ആ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് കാവേരിയെ ചൂണ്ടുമ്പോഴേക്കും ശിവരാജനും കാവേരിയെ ശ്രദ്ധിക്കുകയാ. കാവേരി അല്ലേ എന്ന് ശിവരാജൻ ചോദിക്കേ. അതെ എന്ന് ജയപാലനും. ജയപാല, താൻ എന്നെ കുഴപ്പത്തിലാക്കരുത്, നമ്മൾ തമ്മിൽ ആ ഭൂമി ഇടപാടെന്ന് ഇതുവരെ ഇവർക്ക് അറിയത്തില്ല എന്ന് പറയേ ജയപാലനും ചിരിയോടെ. അത് ശരി, എന്നാലേ ഇതെനിക്ക് വിട്ടേക്ക്, നമ്മൾ തമ്മിൽ യാതൊരു പരിചയവുമില്ല, എന്താ അതുപോലെ എന്ന് ചോദിക്കുക. സന്തോഷത്തോടെ അത് മതിയെന്ന് സമ്മതിക്കുക ശിവരാജനും. ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് ശിവരാജൻ രഘുനാഥിന്റെ അടുത്തേക്ക് ചെന്ന്, അച്ഛാ നമ്മൾ എന്തിനാച്ചാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്? അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ അവര് തീർക്കട്ടെ എന്ന് പറയേ ജയപാലനും ഒരു ചിരിയോടെ നോക്കി നിൽപ്പാ. നമ്മൾ വാടകയ്ക്ക് കൊടുത്ത വീട്ടിൽ നിന്ന് ആളെ ഇറക്കി വിടാന്നൊക്കെ വെച്ചാ എന്ന് രഘുനാഥും ചോദിക്കുക. അങ്ങ് ഇറക്കി വിട്ടേക്കണം അച്ഛാ, ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ലല്ലോ, മാത്രമല്ല വെറുതെ ഒരാൾ പിന്നാലെ വരത്തില്ലല്ലോ എന്ന് ശിവരാജൻ പറയുന്നത്. ശിവരാജ മോനെ, ഈ രഘുനാഥിന് അച്ഛൻ ഒന്നേയുള്ളൂ എന്ന് പറഞ്ഞ് രഘുനാഥ് ജയപാലിന്റെ അടുത്തേക്ക് ചെന്ന് മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാ നല്ലതെന്ന് വിരൽ ചൂണ്ടി പറയുന്നുണ്ട്. അത് കേട്ട് ജയപാലും, എടോ രഘുനാഥേ, ഇവർക്ക് വീട് കൊടുക്കരുതെന്ന് തന്റെ കൊച്ചുമോനോട് മലയാളത്തിലല്ലേടോ ഞാൻ പറഞ്ഞത് എന്ന് ചോദിക്കേ. അത് നീയാണോടാ തീരുമാനിക്കുന്നത്? ഇത് അവന്റെ വീടാ, ആർക്ക് കൊടുക്കണമെന്ന് അവൻ തീരുമാനിക്കും എന്ന് പറയേ. എങ്ങനെ എന്ന് ചിരിയോട് ജയപാലനും ചോദിക്കുക. അപ്പോഴാണ് നരൻ സിറ്റൗട്ടിലേക്ക് വന്ന് നിൽക്കുന്നത്. കാവേരിയും നരനെ ശ്രദ്ധിക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. ജയപാലിനെ അവിടുന്ന് പറഞ്ഞുവിട്ട് ശിവരാജനെ നരൻ താക്കീത് ചെയ്യുന്നതും കാവേരിയും കൂട്ടരും സന്തോഷത്തോടെ പുതിയ വീട്ടിൽ പാല് കാച്ചുന്നതും എല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.